ഒറ്റ മൈൻഡുള്ള ചങ്ങാതിമാരാണ് എന്തായാലും കൂടെ ഉള്ളതെങ്കിൽ വൈബ് ഒരു പ്രത്യേകത തന്നെയാണ്. വെറുതെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു അവനെ വിരാജ്പേട്ടയിലേക്ക് നമുക്ക് പോയി കളയാമെന്ന്. അങ്ങനെ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിട്ട് നമ്മൾ വിരാജ്പേട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കൂട്ടുപുഴ പാലം കഴിഞ്ഞ് വിരാജ്പേട്ടയിലേക്കുള്ള റോഡിലേക്ക് എന്തായാലും കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെറും 4 ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അതിൽ ഈ പോകുന്ന സ്കൂട്ടിയിൽ പോകുന്ന 2 പേര് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ബോണസായിട്ട് വന്നിരിക്കുകയാണ്. ഞാനും ആദർശ്, പിന്നെ കൂടാതെ നമുക്ക് അഭിനവ്, വിഷ്ണു എന്നീ പറയുന്ന 4 പേരും ചേർന്നായിരുന്നു ഞങ്ങൾ പേട്ടയിലേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെറുതെ ഇരുന്നപ്പോൾ ഒരു ചായ കുടിക്കാനൊരു മൂഡ് തോന്നിയപ്പോഴാണ് എന്തായാലും പറഞ്ഞത് വിരാജ്പേട്ടയിൽ പോയി ഒരു ചായ കുടിച്ചേക്കാം. അങ്ങനെ വിരാജ്പേട്ടയിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാഴ്ച കണ്ട് പേട്ടയിലെത്തി. ചായ കുടിക്കാൻ എന്തായാലും കയറി എല്ലാവരും. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് വിരാജ്പേട്ടയിൽ വന്നത് എന്തായാലും നന്നായി. കാരണം ഒരു പേട്ടയിൽ നിന്നൊരു 3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു ദന്തൽ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ശരി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് വരുന്നത്. എന്തായാലും വ്യൂ പോയിന്റ് നമുക്ക് കാണാം. ഒരു തവണ നല്ല മഞ്ഞ, ഒരു തവണ ഇതുപോലെ കാലിയായിരുന്നേ.